ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ ബെഡ് സൈഡിലുള്ള ചെടിയൊക്കെ എന്തായെന്ന് ഇങ്ങനെ നോക്കി, പിന്നെ അങ്ങ് എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്താ പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് എണീറ്റ് നോക്കിയപ്പോൾ ഡോറ് തുറന്ന് ഓൾറെഡി കിടപ്പാണ്. ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ പുറത്ത് ഹോളിൽ കർട്ടൻ മാറ്റിയിട്ടിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് സൂര്യപ്രകാശമൊക്കെ മുറിക്കകത്തേക്ക് കയറിയിട്ട് നല്ല മഞ്ഞ വെട്ടം അങ്ങനെ തെളിഞ്ഞ് നിൽപ്പുണ്ട് മുറിക്കകത്ത്. അപ്പോൾ ഞാൻ പയ്യെ എണീറ്റ് നേരെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചണിലേക്ക് പോയിട്ട് പിന്നെ ആദ്യം ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കും. വെള്ളം കുടി എനിക്ക് നിർബന്ധമാണ്. രാവിലെ എനിക്കൊരു ചൂടുവെള്ളം എന്തെങ്കിലും കുടി. എനിക്ക് ചായ കുടിക്കണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഞാൻ ഓരോ ദിവസം ഓരോ ടൈപ്പ് വെള്ളം കൊണ്ടാക്കി കുടിക്കും. ഞാനിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലായിരുന്നു ഒരു ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കുന്നത്. അതുപോലെ ഞാൻ ഓരോ ദിവസം ഓരോന്ന് ട്രൈ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും തേനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലതാണ്. പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിലും പിന്നെ വയറിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിത് ഓരോ ദിവസം പല ടൈപ്പ് വെള്ളം ഉണ്ടാക്കി പരീക്ഷിച്ച് കുടിക്കാറുണ്ട്. അപ്പോൾ നല്ലതാണ്. അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ എടുത്ത് കുറച്ച് നേരം ന്യൂസ് കാണാൻ പോയിരിക്കും. അപ്പോൾ നാട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് അറിയണമെങ്കിൽ ന്യൂസ് കാണണമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ ആ ഡ്രിങ്കൊക്കെ കുടിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് ടി വി ഒക്കെ കാണും. ടി വി കണ്ടുകൊണ്ടിരുന്ന് ഒരു അരമണിക്കൂർ അങ്ങനെ വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ ഫൈറ്റർ ഫിഷ് അവനവിടെ എന്തോ കാര്യമായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ അടുത്ത് പോയി നോക്കിയപ്പം ആൾ ആ വെള്ളത്തിൻ്റെ മുകളിൽ ആകെ കൊമളയായിട്ട് തുപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ ആസിഫ് അലിയുടെ സിനിമയിൽ കണ്ടിട്ടില്ലേ, ഇതിൻ്റെ പാർട്ട്ണറെ ഇടാറാകുമ്പോഴാണ് ഇതിങ്ങനെ വെള്ളത്തിലിങ്ങനെ കൊമളയാക്കുന്നതെന്ന്. അപ്പം ഇവനെ വാങ്ങിച്ചിട്ട് തന്നെ 2 ദിവസം ആയതുള്ളൂ. ഇനി ഇവൻ്റെ പാർട്ട്ണറേയും കൂടി ഇപ്പോൾ തന്നെ വാങ്ങിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ രാവിലത്തെ ആ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഉള്ള കുറച്ച് ഗ്ലാസും പാത്രങ്ങളും ഒക്കെ കഴുകാനൊക്കെ ഉള്ളതൊക്കെ കഴുകി അപ്പം തന്നെ ക്ലീനാക്കി വെക്കും. അങ്ങനെ ക്ലീനാക്കി വെച്ചാലാണല്ലോ നമുക്ക്, അല്ലെങ്കിൽ പിന്നെ ഓരോന്ന് എടുക്കുമ്പോഴും അവിടെ നിരന്ന് നമ്മുടെ കിച്ചൺ ഒരു ഭയങ്കര ദുരന്തമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം അപ്പം തന്നെ ക്ലീനാക്കി കഴുകിയൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ ഞാൻ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഇത് ക്ലീനാക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ പുറത്തേക്ക് നോക്കി എനിക്ക് റോഡൊക്കെ കാണാൻ പറ്റും. ഞാൻ വേറൊരു ദിവസത്തെ വീഡിയോയിൽ കാണിക്കാം പുറത്തേക്ക് നോക്കുമ്പോൾ റോഡ് കാണുന്നതൊക്കെ. പിന്നെ ഇവിടെ കുറച്ച് പ്രാവിനെ പോലത്തെ കുറച്ച് കിളികളുണ്ട്. പ്രാവല്ല, എന്നാൽ പ്രാവ് പോലിരിക്കുന്ന കുറച്ച് കിളികൾ. അപ്പം അവർ എൻ്റെ ആ വിൻഡോയുടെ സൈഡിൽ കുറച്ചൊരു സ്പേസ് ഉണ്ട്, അവിടെ വന്ന് ഇരിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അവർ ഫാമിലിയായിട്ട് ജോളി അടിച്ച് അവിടെ വന്നിരിക്കുന്ന, അവർക്ക് എന്നെ കാണത്തില്ല, എനിക്ക് അവരെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ സൗണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ആ ഗ്ലാസ്സിലൊക്കെ തട്ടുവാണെങ്കിൽ അവർ പേടിച്ച് പറന്നൊക്കെ പോകും. അപ്പോൾ ഞാൻ അവരെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ അവർ വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് അരിയൊക്കെ അവിടെ വെതറിയിടും. അരി വയ്ക്കും, വെള്ളവും വയ്ക്കും. അപ്പോൾ ഒരു തവണ അവർ വെള്ളം തള്ളി താഴെ ഇട്ടത് കൊണ്ട് പിന്നെ ഞാനവിടെ വെച്ചില്ല. പിന്നെ ആരുടെയും തലയിലേക്ക് വീണാൽ പിന്നെ നമ്മുടെ തലയിലാവുമല്ലോ എന്നോർത്ത് അവിടെ ഞാനിപ്പോൾ അരി വെതറിയൊക്കെ ഇടും. അപ്പോൾ അവർ വന്ന് അതങ്ങ് കഴിച്ചോളും. അങ്ങനെ ഞാൻ ഓരോന്നൊക്കെ ആലോചിച്ചിങ്ങനെ പാത്രമൊക്കെ കഴുകി. ഇനിയിപ്പോൾ എനിക്ക് വിശപ്പിൻ്റെ ടൈമൊക്കെ ആവാറായി. ഞാനങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഫുഡ് കഴിക്കാറില്ല. എനിക്കങ്ങനെ ഫുഡ് രാവിലെ തന്നെ കഴിക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എനിക്ക് എപ്പോഴാണോ വിശക്കുന്നത് അപ്പം ഞാൻ ഫുഡ് കഴിക്കും. ഇപ്പോൾ എനിക്ക് രാവിലെ 7 മണിക്ക് വിശക്കുവാണെങ്കിൽ ഞാൻ രാവിലെ 7 മണിക്ക് കഴിക്കും. രാവിലെ 11 മണിക്ക് എനിക്ക് വിശക്കുന്നത് ഞാൻ 11 മണിക്ക് കഴിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ഫുഡിൻ്റെ ടൈമിങ്. അപ്പോൾ അത് നല്ലതല്ല, പക്ഷേ എനിക്കിത് ശീലമായി. കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമാണ്. ഇനിയിപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ. ചോറും കറിയൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതൊക്കെ തണുത്തിരിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ അതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പോൾ ഇവിടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഞാൻ അന്നേരം ടി വിയിലോ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ടി വിയോടെ ഓടിക്കൊണ്ടിരിക്കുമ്പം എനിക്കും ഒരു സന്തോഷം, വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു അനക്കം കേൾക്കാമല്ലോ. പിന്നെ ഞാൻ ആ ചോറും കറികളൊക്കെ എടുത്ത് അവനിലൊന്ന് ചൂടാക്കി. എനിക്ക് എല്ലാ സാധനങ്ങളും ചൂടായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. ദോശയൊക്കെ ആണെങ്കിലും എനിക്ക് അമ്മ പറയും, ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശക്കല്ലിൻ്റെ പുറത്ത് കയറി ഇരുന്നാണ് ദോശ കഴിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് ചൂടുള്ള ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാനൊരു 2-3 മിനിറ്റത്തേക്ക് ഇത് ചൂടാക്കും, ചോറും കറികളും ഒക്കെ. അപ്പം നന്നായിട്ട് ആവി പറന്ന് കഴിക്കാമല്ലോ. അപ്പോൾ അതങ്ങനെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ചോറും കോവയ്ക്ക മെഴുക്കുവരട്ടി, ബീറ്റ്റൂട്ട് തോരൻ, പിന്നെ എൻ്റെ 2 സൈഡ് ഇരിക്കുന്നത് എൻ്റെ 2 അമ്മമാർ, അതായത് ഒന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, ഒന്ന് എൻ്റെ അമ്മ. അവർ തന്നുവിട്ട കറികളാണ്. ഒന്ന് മീനച്ചാറ്, ഒന്ന് ചമ്മന്തിപ്പൊടി. അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഞാൻ ടി വിയിൽ എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും മൂവി കാണും, ചിലപ്പോൾ ന്യൂസ് കേൾക്കും, ചിലപ്പോൾ ആരുടെയെങ്കിലും വ്ളോഗ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കാണും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നാണ് ഞാനിപ്പം ടി വി കണ്ടുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കാറ് സാധാരണ. അപ്പോൾ അവനിലകത്തുനിന്ന് പ്ലേറ്റ് എടുത്തുള്ളതുകൊണ്ട് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പില്ലോ മടിയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോറ് കഴിച്ച് തീരുന്ന വരെ നിങ്ങളിത് വീഡിയോ കാണേണ്ടി വരും.
അങ്ങനെ ഞാൻ ഈ ചോറ് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെയൊക്കെ മിസ്സ് ചെയ്യും. കാരണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാർ കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ പുല്ല് വില കൽപ്പിച്ചിരിക്കുന്ന പല സാധനങ്ങളും നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിയുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാവുന്നത്. ചില ദിവസം ഞാൻ ആക്രാന്തം മൂത്ത് കുറേ അച്ചാറൊക്കെ എടുത്തിട്ട് വരും, വിഷമം മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു 3 മണിയൊക്കെ, പിന്നെ ഞാൻ കുറേ ജോലികളൊക്കെ ചെയ്തു. തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ അലക്കി വിരിച്ചൊക്കെ ഇട്ട് കുറേ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും മന്തി റൈസ് കഴിച്ചു. ഇവിടുത്തെ മന്തി റൈസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു മന്തി റൈസ് അല്ല, ഇവിടുത്തെ വേറൊരു തന്നെ ഫ്ലേവറാണ്. മന്തി റൈസ് കഴിച്ചു. മന്തിയും മന്തീൻ്റെ ചിക്കനും പിന്നെ സാലഡും അതിൻ്റെ കൂടെ കിട്ടുന്ന സോസും അതൊക്കെ കൂട്ടി കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിന് എന്തോ ഒഫീഷ്യൽ ആവശ്യമായിട്ട് പുറത്തേക്ക് എവിടെയോ പോകാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരത്തേക്ക് ആൾ പോകുന്നു. അപ്പോൾ വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഞാൻ തന്നെ കുറേ നേരം ഇരിക്കണമല്ലോ എന്ന് ഓർത്ത് ആളെന്നെയും കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജിലിരിക്കുന്ന ഒരു ഓറഞ്ചൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. എനിക്കിങ്ങനെ എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ വീട്ടിലിരിക്കുന്ന സാധനമെല്ലാം വാരിപ്പെറുക്കിയാണ് കൊണ്ടുപോകാറ്. അപ്പം വണ്ടിയിലിരുന്ന് തിന്നുമ്പോൾ നമുക്ക് ബോറടിക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ തിന്നേക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ആളെവിടെ പോയാലും ഇങ്ങനെ ദൂരെ സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകും. കാരണം ഞാൻ ബോറടിച്ചിരിക്കണ്ടല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാനും കൂടെ പോകും. ഞങ്ങളിതാ പുറത്തൊക്കെ ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ ഓൾറെഡി ഈ താഴത്തെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴത്തെ പോർഷൻസിലൊക്കെ ഷോപ്സാണ് കേട്ടോ. അതൊക്കെ ഓരോരോ ഷോപ്പുകളാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുന്ന സ്ഥലത്ത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ബേസ്മെൻറ്റ് പാർക്കിംഗ് ആണ്. അവിടെയാണ് നമ്മൾ രാത്രിയിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യാറ്. പിന്നെ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് പോകുന്ന ആവശ്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മളിത് ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാറ്. അപ്പോൾ പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. വെയിലത്തെ നിഴലിലാണ് ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലാണ്. നല്ല തലവേദനയൊക്കെ ഉള്ളവർക്ക് നല്ല രസമാണ്. തല പൊട്ടിത്തെറിക്കുന്ന പോലെ നമുക്ക് തോന്നും. മൈഗ്രെയിനൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ തലയിലുള്ള കിളിയും കിളിക്കൂടും ഒക്കെ പോയി കിട്ടും. അങ്ങനെ പുറത്ത് നല്ല ചൂടാണ്. നമ്മളിപ്പോൾ എ സി ഒക്കെ ഇട്ടാണ്. എനിക്കങ്ങനെ പൊതുവേ എ സി ഇട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് തലയൊക്കെ പുറത്തിട്ട് കാറ്റൊക്കെ അടച്ച് അങ്ങനെ പോകണം. എനിക്ക് എ സി ഇട്ട് കഴിയുമ്പോൾ എന്തോ ഒരാവശ്യമില്ലെങ്കിലും എനിക്ക് വെറുതെ ഛർദ്ദിക്കണം എന്നും അങ്ങനെയൊക്കെ എന്തൊക്കെയോ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ ഓറഞ്ചും ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വാരിപ്പറക്കി പോകാറ്. അങ്ങനെ ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങളും ഇവിടുത്തെ ആൾക്കാർ പാലിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ചിലതൊക്കെ ഇപ്പോൾ കണ്ടുപഠിക്കണമെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് അവർ ആ റൂൾസൊക്കെ പാലിച്ച് വളരെ ഡീസൻ്റായിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ആൾക്കാർ അധികം അങ്ങനെ ഹോൺ അടിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കും. ഇവിടുത്തെ ഹോൺ അടി എന്തിനാന്ന് വെച്ചാൽ ഇവരേതെങ്കിലും ഒരു ഹോട്ടലിൻ്റെ വാതിൽക്കൽ പോയി നിന്നിട്ട് അവിടുത്തെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ആൾക്കാർ ഹോൺ അടിക്കാറ് പൊതുവേ. അല്ലെങ്കിൽ ഇവിടെ ഹോൺ അടിക്കുന്നത് വലിയ തെറി പോലെയാണ് നമ്മുടെ നാട്ടിലെ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഓറഞ്ച് പൊളിച്ച് തിന്നിട്ടുണ്ട്. കാരണം വണ്ടി എ സി ഇട്ട് പോകുന്നതുകൊണ്ട് തന്നെ എനിക്കത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിക്ക് 2 സൈഡിലും കണ്ടോന്നേ നമ്മുടെ നാട്ടിൽ തെങ്ങ് നിൽക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ ഈന്തപ്പനകളാണ് നിൽക്കുന്നത്. നല്ല രസമാണ് ഈന്തപ്പന നിൽക്കുന്നത്. ഇതെല്ലാം കായ്ച്ച് നിൽക്കുന്ന ഈന്തപ്പന കേട്ടോ. നമ്മുടെ അവിടെ ഇങ്ങനെ എന്താ പറയുക, ഞാവൽപ്പഴം കായ്ക്കാറില്ലേ? ഞാവൽപ്പഴം കായ്ച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ പറിച്ച് തിന്നാൽ പോലും ബാക്കി അതിൻ്റെ ചോട്ടിലിങ്ങനെ കുറേ ചാമ്പയ്ക്കൊക്കെ കായ്ച്ച് കഴിയുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ പറിച്ച് തിന്നിട്ടും ഇങ്ങനെ കുറേ നിലത്ത് കിടക്കുന്നത് അതുപോലെ ഇങ്ങനെ കിടക്കും. പിന്നെ ആ തെങ്ങ് പോലെ നിൽക്കുന്നുണ്ടല്ലോ, അത് തെങ്ങല്ല, അത് ടവറാണ്. നമ്മുടെ നാട്ടിലെ മറ്റേ കുറേ വള്ളി വലിച്ചു കെട്ടിയ ടവറിനെ പോലെ അല്ലാതെ ഇവിടെ ആൾക്കാർ ക്രിയേറ്റീവായിട്ട് ടവർ പണിതിരിക്കുകയാണത്. അതുപോലെ തന്നെ ഇത് കണ്ടില്ല, ഇവിടെ കുറേ ആര്യവേപ്പിൻ്റെ മരങ്ങൾ എല്ലായിടത്തും ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്താ ഇതിൻ്റെ പുറകിലെ ലോജിക്കെന്നറിയില്ല. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പം കുറേ പോലീസ് വണ്ടി വരുന്നു, ആൾക്കാരെ റോഡും ഇങ്ങനെയൊക്കെ ആക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നത്. എന്തോ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊരു പോലീസിൻ്റെ ബൈക്കാണ് കണ്ടത്. പിന്നെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ കൗതുകകരമായിട്ട് നമ്മുടെ വണ്ടിയുടെ ഡാഷ്ബോർഡിൻ്റെ മുകളിലൊരു ടോയ് കാർ ഇരിപ്പുണ്ട്. അതേപോലൊരു കാറ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ആവേശം. ഇത്രയും നേരം വീഡിയോ എടുത്തപ്പോൾ മൈൻഡ് ചെയ്യാതിരുന്ന മനുഷ്യൻ തിരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾ ആ വണ്ടി ഇങ്ങനെ കൗതുകകരമായിട്ട് അത് സെയിം പോലത്തെ ഒരു വണ്ടി, എനിക്ക് ആ വണ്ടിയുടെ പേരൊന്നും അറിയത്തില്ല. എന്തായാലും ആ വണ്ടി കണ്ടപ്പോൾ ഭയങ്കര ഒരു ഉന്മേഷം, എനിക്കല്ല എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഉന്മേഷം വന്നു. വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ ആളെന്നെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. അപ്പം ഈ വെയിലത്തും ഇപ്പോൾ അവിടെ കുറേ പച്ച പുല്ലൊക്കെ കിടക്കുന്നുണ്ടോ, അവിടെയൊക്കെ ആൾക്കാർ ഇപ്പോഴും വെയിലത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ നാട് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ അവിടെ ആണെങ്കിൽ നമ്മൾ തുപ്പിയിടും, കയ്യിൽ കിട്ടുന്ന പേപ്പറൊക്കെ ഇടും, അങ്ങനെ ഓരോന്നൊക്കെ കണ്ണി കാണുന്നൊക്കെ വലിച്ചു വാരിയിടുമല്ലോ. ഇവിടെ അങ്ങനെയൊന്നും ആൾക്കാർ ചെയ്യത്തില്ല. പിന്നെ ഈന്തപ്പഴത്തിൻ്റെ മരം സിറ്റിയിൽ ഇങ്ങനെ ട്രാഫിക്കിൻ്റെ സമയത്ത് നമ്മൾ ട്രാഫിക് സിഗ്നലിൻ്റെ സമയത്ത് നിർത്തിയിട്ടപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ്. അങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിനും
ആളുടെ ലൊക്കേഷനിലൊക്കെ നമ്മൾ എത്താറായി. പിന്നെ ഇപ്പം ഞാൻ നിങ്ങളൊരു ബിൽഡിങ്ങിൻ്റെ മുമ്പിലൊരു ഫോട്ടോ കാണിക്കാവേ. ആ ഫോട്ടോ അതെന്ന് വെച്ചാൽ ഈ ബഹ്റൈനിലെ രാജാവിൻ്റെ ഫോട്ടോയാണ് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കുന്നത്. രാജാവിൻ്റെ മകൻ്റെയും ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ ആ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കി, ഇപ്പോൾ ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കി എത്ര പൊളൈറ്റായിട്ടാണ് അവർ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട്, വളരെ അടിപൊളിയായിട്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ആൾക്കാർ മാന്യമായിട്ടാണെന്ന് തോന്നുന്നു വണ്ടി ഓടിക്കാറ്. പിന്നെ ഈവനിങ് ആയി, ഞങ്ങൾ പോയി ഈവനിങ് ആയി. സൂര്യൻ മഞ്ഞ വെളിച്ചം മുഖത്തേക്ക് അടിക്കുന്നു, കത്തി നിൽക്കുന്നു, നല്ല ചൂടാണ്. അപ്പോൾ സൂര്യൻ നമ്മൾ പോകുന്നതിൻ്റെ പുറകെ തന്നെ വെച്ച് പിടിച്ച് വരുന്നുണ്ട്. സൂം ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചാണ്. ഇവിടെ തന്നെയുണ്ട് പാർട്ടി, നമ്മളെ വിടാൻ ഉദ്ദേശമില്ല. അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് എത്താറായി. ഇതൊരു സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. നമ്മളിപ്പം ഭയങ്കര റോഡുകളും അതൊക്കെ അല്ലാണ്ട് ഇതിപ്പം നമ്മുടെ സാധാരണ ലോക്കൽ ഏരിയാസ് പോലത്തെ ഏരിയയാണ്. അങ്ങനെ നമ്മൾ വൈകുന്നേരമായി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ളൊരു മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു ചായക്കടയിൽ പോയി. അവിടെയാണെങ്കിൽ എൻ്റെ പൊന്നടാവേ നാട്ടിലുള്ള എല്ലാ പലഹാരങ്ങളും ഉണ്ട്. ഞങ്ങൾ എല്ലാത്തിൽ നിന്നും ഓരോന്ന് വെച്ചെടുത്ത് മേടിച്ചു. അവിടെ നിന്ന് കാറിനകത്ത് പോയിരുന്നാണ് നമ്മൾ കുടിക്കുന്നത്. അവിടെ നിന്ന് കുടിക്കാനുള്ള സ്പേസേ ഉള്ളൂ. മിന്നൽ ചായയാണ് നമ്മൾ കുടിക്കുന്നത്, മിന്നൽ ചായ. ഉള്ളിവട, ഉഴുന്നുവട, പരിപ്പ് വട അതെല്ലാം കഴിച്ചു. അവിടെ ഉണ്ടായിരുന്ന സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ ഇപ്പം നോക്കിയാൽ ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെ എല്ലാ മുക്കിലും മൂലയിലും ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നാട്ടിലെ സാധനങ്ങൾ കപ്പ, ചക്ക, മാങ്ങ, തേങ്ങ ഇതൊന്നും നമുക്ക് മിസ്സാവത്തില്ല. എല്ലാ സാധനങ്ങളും ലുലു ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. ഓരോ വളവിലും ഓരോ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷമാണ്. പിന്നെ നെസ്റ്റോയിൽ ഇതൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ മുന്നോട്ട് പോയി നമുക്ക് ഈവനിങ് ആയി കഴിയുമ്പോൾ ഇവിടെയൊക്കെ എല്ലാ ലൈറ്റ്സൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ. പിന്നെ ഇവിടെ ആൾക്കാർ നല്ല രീതിക്ക് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ലാതെ സമാധാനമായിട്ട് റോഡിൽ കൂടെ പോവുകയും ചെയ്യാം. അപ്പോൾ ലൈറ്റ്സൊക്കെ കത്തി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഈവനിങ് ആകുമ്പോൾ തന്നെ എല്ലാ ലൈറ്റ്സും തന്നെ കത്തും. അപ്പോൾ എല്ലാം ഒരേ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നല്ല രസമാണ്. പിന്നെ ആളെന്നെ ഇവിടെ ഡ്രോപ്പ് ആക്കിയിട്ട് ഓഫീസിലേക്ക് പോയി. അതെന്താണെന്ന് വെച്ചാൽ ആൾക്കെന്തോ ഓഫീസിൽ പോയിട്ട് എന്തോ മെയിലൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം ഞാൻ ആ സമയം കൊണ്ട് തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ലിഫ്റ്റിൽ കയറിയിട്ട് ബോറടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാൻ വെറുതെ ലിഫ്റ്റ് പോകുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 3rd ഫ്ലോറിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഞാൻ 1 2 3 ലിഫ്റ്റ് മൂവ് ആവുന്നതും കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. പിന്നെ കിച്ചണിൽ കയറിയിട്ട് നമുക്ക് വൈകിട്ടത്തേക്കുള്ള ഡിന്നർ ഉണ്ടാക്കണം. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കങ്ങനെ വൈകുന്നേരവും ചോറുണ്ണണം, ഉച്ചയ്ക്കും ചോറുണ്ണണം, അങ്ങനത്തെ ആ ഒരു ചിന്താഗതി തന്നെ മാറും. ഇപ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ള മൈൻഡാവും. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ്. പിന്നെ ഇന്ന് രാവിലെ ഞാനൊരു ഹെയർ ഗ്രോത്ത് സിറം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഞാൻ റോസ്മേരിയും തേയിലപ്പൊടിയും ഉലുവയും അരിയും ഒക്കെ ഇങ്ങനെ കുതിരാനിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അരിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാനെടുത്ത് പുറത്ത് വെച്ചത് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രോക്കോളിയും ഒരു ക്യാരറ്റും ഒരു സവോളയും കുറച്ച് വെളുത്തുള്ളിയും ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് അരിഞ്ഞ് കുക്കറിലിട്ട് വേവിക്കും. നന്നായിട്ട് വെന്തോട്ടെ. കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകും, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളകും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വേവിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മളത് അരച്ച് ബട്ടറിനകത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയാവും. ഒരു പരിപാടിയില്ല. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബ്രെഡാണ് കഴിക്കുന്നത്. ബട്ടറിനകത്ത് ഇങ്ങനെ തവയിൽ ബട്ടർ തേച്ചിട്ട് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കും. ആ സമയം കൊണ്ട് നമ്മുടെ ആ പുറത്തെടുത്ത് വെച്ച വെള്ളം ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ നിങ്ങളിത് തലയിൽ ഇടാവുള്ളൂ. ഇത് ഞാനൊരു 10-15 ദിവസത്തേക്കുള്ള ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ കുപ്പി സ്പ്രേ ബോട്ടിലാക്കിയത് പിന്നെ മറ്റേ ബോട്ടിലൊരു പകുതി. അപ്പോൾ ഇത് രണ്ടും ഞാനെടുത്ത് ഉപയോഗിച്ചതിന് ശേഷം പിന്നെയും ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പോൾ തണുപ്പ് മാറിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉച്ചയിലേക്ക് എടുത്ത് അടിക്കുമ്പോൾ നമുക്ക് ജലദോഷവും പനിയൊക്കെ വരും. അതുകൊണ്ട് ആരും ഇതെടുത്ത് തണുത്ത ഉടനെ എടുത്ത് തലയിൽ അടിക്കരുത്. എല്ലാവരും കുറച്ച് നേരം പുറത്ത് വെച്ച് ഞാൻ പിന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് തലയിലും മുഖത്തുമൊക്കെ തേക്കുന്നതുകൊണ്ട് എനിക്കിതൊന്നൊരു പുത്തരിയല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് നോക്കിയിട്ടേ ഇപ്പോൾ ഞാൻ ഈ സ്പ്രേ ബോട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി യെസ് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള സംഭവം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ ഇതിൻ്റെ ഈ ഒരു സ്പ്രേ ബോട്ടിൽ തീർന്നു കഴിയുമ്പോൾ ഇപ്പം നമ്മൾ ആ ഫ്രിഡ്ജിൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും കൂടെ ഒഴിച്ച് അങ്ങനെ ഇത് തീർത്ത് ഒരു 10-15 ദിവസം കൊണ്ട് ഈ സംഭവം തീരും. ഇത് നല്ല സംഭവമാണ് കേട്ടോ. മുടി നന്നായിട്ട് പൊഴിച്ചിലൊക്കെ മാറും. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ നമ്മൾ വേവിച്ച വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കും. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സംഭവം എടുത്ത് ചൂടോടെ മിക്സിയിലിട്ടാൽ ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് മുഖത്തിരിക്കും, മുഖം പൊള്ളിപ്പോവും. അതുകൊണ്ട് വളരെ സേഫായിട്ടേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. തണുത്ത് കഴിഞ്ഞിട്ട് മാത്രം മിക്സിയിലിട്ട് അടിക്കുക. അപ്പോൾ ആ കറുത്ത് കാണുന്നതെല്ലാം കുരുമുളകാണ്. ഞാൻ കുരുമുളക് ഓൾറെഡി വേവിക്കാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു മഞ്ഞ കളറും
ബ്രോക്കോളിയുടെ ഒരു പച്ച കളറും കുരുമുളകിൻ്റെ ഒരു കറുപ്പും അതൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് നന്നായിട്ട് അരച്ച് കഴിയുമ്പോഴത്തേക്കും ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഈ സംഭവം അങ്ങോട്ട് ഒഴിക്കും. മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിക്കും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പും കുരുമുളകും ഒക്കെ ആഡ് ചെയ്യും. കുറച്ച് ഫ്രഷ് ക്രീം ഒഴിക്കും, കുറച്ച് മല്ലിയില ഇടും. നിങ്ങളുടെ കയ്യിൽ സെലറി ഉണ്ടെങ്കിൽ സെലറി ഇടാം, സെലറിയും കൂടി ഇട്ടാൽ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ സൂപ്പ് പരിപാടി റെഡി. അപ്പോൾ ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ നേരത്തെ പറഞ്ഞ പോലെ പാൻ വെച്ച് ബട്ടർ ഇട്ടിട്ട് ഈ സംഭവം അങ്ങോട്ട് ഒഴിക്കുവാണ്. ഇത് ഒഴിച്ചിട്ട് തിളച്ച് അധികം അങ്ങോട്ടിട്ട് തിളപ്പിക്കേണ്ടത്, ഓൾറെഡി വെന്ത സാധനമായതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊന്ന് ചൂടായി മതി. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞ് ഇതൊന്ന് ഫ്ലേവർ ആയി കഴിഞ്ഞാൽ നമുക്കിത് പരിപാടി നിർത്താം. അപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് പരിപാടി നിർത്തി. പിന്നെ ഞാൻ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡും ഇതിങ്ങനെ സൂപ്പും കൂടെ കുടിച്ചു. ഞാൻ അരിച്ചൊന്നും കുടിക്കാറില്ല കേട്ടോ, എനിക്കിങ്ങനെ തിക്കായിട്ട് തന്നെ ഇരിക്കുന്ന സൂപ്പാണ് ഇഷ്ടം. ചിലർ ഇത് വെന്തിട്ട് ആ വെള്ളം മാത്രം അരിച്ചൊക്കെ കുടിക്കുക, അതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ തീർന്നു. ഇതുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രയറും കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കും. അങ്ങനെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.